ഡോക്ടർ പറയാണ് യൂട്രസ് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അതുകൊണ്ട് ഫുൾ റെസ്റ്റ് വേണം. അത് ഹോസ്പിറ്റലിൽ ഇനി അനങ്ങാൻ പറ്റില്ല, ഹോസ്പിറ്റലിൽ തന്നെ കിടക്കണം എന്ന് പറയുകയാണ്. ബുക്കിലായിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ നമ്മുടെ മനസ്സ് കൈവിട്ട് പോയ നമ്മുടെ പിന്നെ ശരീരവും. അപ്പൊ ആ ഒരു സമയത്ത് തന്നെ അത്രയും സ്ട്രോങ് ആക്കിയ ഒരു ബുക്കാണ് ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരുടെ ജീവിതത്തിലും അവരെ സ്വാധീനിച്ച ഒരു ബുക്ക് ഉണ്ടായിരിക്കും അല്ലേ? അങ്ങനെ ഈ ഒരു നാഷണൽ റീഡിംഗ് ഡേ എന്ന് പറയുന്ന ഒരു സ്പെഷ്യാലിറ്റിയിൽ ഒരു ദിവസം വരുമ്പോൾ ബുക്ക് ലവേഴ്സിന് ഒരിക്കലും ഈ ഒരു ദിവസം മറക്കാൻ പറ്റില്ല. കാരണം ബുക്കുകൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. നമ്മുടെ ഒരു ലൈഫിനെ മാറ്റാനും നല്ല രീതിയിൽ മാറ്റാനും ഒക്കെ കഴിയുന്ന ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെയാണ് ബുക്കുകൾ എന്ന് പറയുന്നത്. അങ്ങനെ എൻ്റെ ജീവിതം മാറ്റി മറിച്ച, അല്ലെങ്കിൽ എൻ്റെ ജീവിത കാഴ്ചപ്പാടിൽ തന്നെ മാറ്റി മറിച്ച ഒരു ബുക്കാണ് നിങ്ങൾ ഇന്ന് തമ്പനയിൽ കണ്ടത്, ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ളത്. ജോസഫ് മർഫിയാണ് ഇത് എഴുതിയിട്ടുള്ളത്. വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു ബുക്ക് തന്നെയാണിത്. അപ്പൊ ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ അനിയൻ രോഹമനെ എനിക്ക് റെക്കമെൻഡ് ചെയ്തൊരു ബുക്കാണിത്. അപ്പൊ ഞാനത് വായിച്ചു കഴിഞ്ഞപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജസ് ആണ്. സിമ്പിൾ മാത്രമല്ല, നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ പവർഫുൾ ആയിട്ടുള്ള സെന്റൻസുകളാണ്. ആർക്കും ഒരു ഇംഗ്ലീഷ് ഒരു ബേസിക് അറിയുന്ന ആർക്കും ഇത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നുള്ളതാണ് ഈ ഒരു ബുക്കിന്റെ പ്രത്യേകത. ആ ഒരു ഓഥർ അതുകൊണ്ട് തന്നെയാണ് അത്രയും സിമ്പിളാക്കി എഴുതിയിട്ടുണ്ടാവുക. കാരണം ഇത് വായിക്കുന്ന എല്ലാവർക്കും ഇത് കടുകട്ടി ഭാഷയിൽ എഴുതിയാൽ മനസ്സിലാവില്ല. സോ സിമ്പിളാക്കി എഴുതി കഴിഞ്ഞാൽ വളരെ കൃത്യമായി മനസ്സിലാവൂല്ലേ. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കും ആ ഓഥർ വളരെ സിമ്പിൾ ലാംഗ്വേജസിൽ ഇത് എഴുതിയിട്ടുണ്ടാവുക. അതിന്റെ എങ്ങനെ ഇതിന്റെ ജീവിതം മാറ്റിമറിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ നമ്മുടെ എൻ്റെ മനസ്സിലൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നതല്ല ലൈഫ്, എവിടെ നിന്നൊക്കെയോ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ എങ്ങനെ പോകുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു. എന്നാൽ ഈ ഒരു ബുക്ക് വായിച്ചപ്പോഴാണ് മൈൻഡിന്റെ പവറും സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് ഈ ലോകത്തെ എല്ലാം തരുമെന്നും എന്താ പറയുക, നമുക്കൊന്നും വേറെ എന്താ ഈ പറയുന്ന ലോകത്തിന് മുഴുവൻ കീഴടക്കാനുള്ള ശക്തി നമ്മുടെ മനസ്സിലുണ്ട് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു വലിയൊരു തിരിച്ചറിവായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബുക്ക് എടുത്ത് വായിക്കും. എപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഒരു കുഞ്ഞു വിഷമോ അല്ലെങ്കിൽ നമുക്ക് ലൈഫിനെ പറ്റി ഒരു ക്ലാരിറ്റി കിട്ടാതൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഈ ബുക്ക് എടുത്ത് വായിക്കുമായിരുന്നു. അങ്ങനെ വായിക്കുമ്പോൾ വായിച്ച് ഞാൻ അതോടെ വയ്ക്കും. എന്നും മിക്ക ദിവസങ്ങളിലും ഇതിൻ്റെ ഒരു കയ്യിലുണ്ടായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ പ്രഗ്നന്റ് ഒക്കെ ആണ് ഒരു സമയമാവണത്. അപ്പൊ പ്രഗ്നൻസിയിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. 5ാം മാസം ഞാൻ സ്കാനിന് പോണ സമയത്ത് ഡോക്ടർ പറയാണ് യൂട്രസ് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അതുകൊണ്ട് ഫുൾ റെസ്റ്റ് വേണം, അത് ഹോസ്പിറ്റലിൽ ഇനി അനങ്ങാൻ പറ്റില്ല, ഹോസ്പിറ്റലിൽ തന്നെ കിടക്കണം എന്ന് പറയാണ്. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യണം, ആകെ ഒരു ഇതായിപ്പോയി. കാരണം നമ്മൾ പ്രതീക്ഷ അല്ലായിരുന്നു. നമ്മൾ സാധാരണ കൂളായിട്ട് സ്കാനിങ്ങിന് പോണ സമയമായിരുന്നു. അങ്ങനെ പോയിട്ട് തിരിച്ചു വരാം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഡോക്ടർ പറയണത്. അപ്പോ എന്താ പറയാ, എൻ്റെ മനസ്സിൽ ആകെ ഇതായിപ്പോയി, ആകെ ഡെസ്പും ഒരു എന്താ പറയണ്ടേന്ന് നമുക്കറിയാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. അങ്ങനെ ഞാൻ ആ ഒരു എന്താ പറയാ ഇതിൽ ഇങ്ങനെ കിടപ്പായി തന്നെ പറയാം. കാരണം ഒന്നിനും എണീക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രോഹൻ അനിയൻ ഇതുപോലെ ഞാൻ ചോദിച്ചു എനിക്ക് ഈ ബുക്ക് വേണം എന്ന് തോന്നുന്നു. കാരണം അവിടെ കിടക്കുമ്പോൾ നമ്മുടെ മൈൻഡ് പല രീതിയിലാണ്. കാരണം പല പല ടെസ്റ്റുകൾ നടത്തും. അയ്യോ ഇന്ന ഇൻഫെക്ഷൻ ഉണ്ട്, അപ്പൊ പ്രശ്നമാണ്, കുട്ടിക്ക് അത് ബാധിക്കും. അപ്പൊ നമ്മളിങ്ങനെ ടെൻഷന്റെ മുന്നിൽ ഇങ്ങനെ പോണ സമയമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എനിക്ക് ഈ ബുക്ക് വേണം, എന്തായാലും വീട്ടിൽ നിന്ന് ബുക്ക് എടുത്തിട്ട് വരണം എന്ന് പറഞ്ഞു. ബുക്ക് എടുത്തിട്ട് വന്നിട്ട് എൻ്റെ ആ ഒരു എന്താ പറയുക സ്റ്റാൻഡിൽ അല്ലെങ്കിൽ ഞാൻ കിടക്കുന്ന കിടക്കയിൽ ഈ ഒരു ബുക്ക് സ്ഥിരം ഉണ്ടായിരിക്കും. ഞാൻ എപ്പോഴും മിക്കപ്പോഴും ഇത് വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ഞാൻ അങ്ങനെ അത് വായിച്ച് എൻ്റെ മനസ്സിന് തന്നെ ഞാൻ ധൈര്യം കൊടുത്തു. എല്ലാം സോൾവ് ആവും എന്നുള്ളൊരു ധൈര്യം കൊടുത്ത് അങ്ങനെ എൻ്റെ പ്രഗ്നൻസി ജേർണി വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ നല്ല ഹെൽത്തി ബേബിയെ തന്നെ കിട്ടി എനിക്ക് ആ ഒരു സമയത്ത്. അപ്പോൾ ആ ഒരു അത്രയും വിഷമം പിടിച്ചൊരു സിറ്റുവേഷനിൽ എൻ്റെ മനസ്സിന് ധൈര്യം കുറഞ്ഞു പോകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഈ ബുക്കും വായിച്ച് നമ്മുടെ മനസ്സിലേക്ക് കട്ടി വരുത്തിയ ഒരു ബുക്കാണിത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും എനിക്ക് ഒരു ബുക്ക് മറക്കാൻ പറ്റില്ല ജീവിതത്തിൽ. കാരണം അത്രയും നമ്മൾ തളർന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു അമ്മമാരുടെ മനസ്സിലൂടെ പോകുന്ന അറിയാലോ എന്തൊക്കെയായിരിക്കും ചിന്തകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഇത്രയും സ്വാധീനിച്ച ബുക്കായതുകൊണ്ട് തന്നെ ഈ ഒരു ബുക്ക് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആ ബുക്കിനോടുണ്ട്. ആ ബുക്കിലായിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ നമ്മുടെ മനസ്സ് കൈവിട്ട് പോയാൽ നമ്മളെ പിന്നെ ശരീരവും എന്താ പറയാ അതിനോട് പ്രതികരിക്കാൻ തുടങ്ങും അല്ലേ. സോ അപ്പൊ ആ ഒരു സമയത്ത് തന്നെ അത്രയും സ്ട്രോങ് ആക്കിയ ഒരു ബുക്കാണ് ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ഒരു ബുക്ക് ഞാൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. പേർളി മണിയുടെ ഒരു എന്താ പറയാ വീഡിയോയിലും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്കും എന്തെങ്കിലും ഡൗട്ട് വരുമ്പോൾ പെട്ടെന്ന് പോയി റെഫർ ചെയ്യുന്ന ഒരു ബുക്കാണ് ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. കാരണം അത്രയും പവർഫുൾ ആണ് ആ ബുക്ക്. ആരെങ്കിലും ആ ബുക്ക് വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് വായിക്കുക.
ഇനി നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഇത് തുടക്കത്തിൽ നമ്മുടെ ചാനലിൻ്റെ തുടക്കത്തിൽ ഇതിൻ്റെ ഡീറ്റെയിൽ സമ്മറി 20 ചാപ്റ്റർ ആയിട്ടാണ് ഈ ഒരു ബുക്ക് ഉള്ളത്. അതിലൊരു ഡീറ്റെയിൽ സമ്മറി തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓരോ ചാപ്റ്റർ വൈസ് എടുത്തിട്ട് നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആരെയും കണ്ടിട്ടില്ലെങ്കിൽ ദയവ് ചെയ്തൊന്ന് പോയി കാണാം. ഇത്രയും സൂപ്പർ ബുക്കാണത്. ചെറിയൊരു ഉള്ളടക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രത്യേകത തന്നെയാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്. കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പാണ്. ഓക്കെ, നമ്മുടെ ഷിപ്പിന്റെ ക്യാപ്റ്റൻ. സബ് കോൺഷ്യസ് മൈൻഡ് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം അനുസരിക്കും. അപ്പം ഈ കോൺഷ്യസ് മൈൻഡാണ് പറയേണ്ടത്. നിനക്ക് നല്ല രീതിയിൽ പോകണോ പൊട്ട രീതിയിൽ പോകണോ എന്ത് പറഞ്ഞാലും സബ് കോൺഷ്യസ് മൈൻഡ് അനുസരിക്കും. അതാണ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രത്യേകത. ഇറ്റ് ആൻസേഴ്സ് എല്ലാം. ഇതെല്ലാം നമ്മൾ പറയില്ലേ, ഈ ഒരു അലാവുദ്ദീൻ അത്ഭുതവിളക്കിലെ കഥ പറഞ്ഞ പോലെയാണ്. എന്ത് അലാവുദ്ദീൻ വന്നിട്ട് ഭൂതത്തിനോട് ഭൂതം വന്ന് എന്താവശ്യപ്പെട്ടു, ഒരാളെ കൊല്ലണം എന്ന് പറഞ്ഞാൽ കൊല്ലും, അല്ലെങ്കിൽ പൈസ വേണം എന്ന് പറഞ്ഞാൽ പൈസ, രണ്ടും ആജ്ഞാപിക്കുക. അല്ലാതെ അയ്യോ ഇത് നെഗറ്റീവാണ് മുതലാളി എന്ന് പറയില്ല. ഓക്കെ, അതുപോലെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മുടെ ഒരു സെർവൻ്റ് ആണ്. നമ്മൾ എന്താ അതിനോട് പറയുന്നു അതാണ് അത് ആജ്ഞാപിക്കുക. എനിക്ക് പൊട്ട മാത്രമേ സംഭവിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഓക്കെ യെസ് ഇത് എന്നെ സംഭവിക്കട്ടെ എന്ന് സബ് കോൺഷ്യസ് മൈൻഡ് പറയും. എനിക്ക് നല്ല മാത്രമേ സംഭവിക്കുള്ളൂ എന്ന് ഞാൻ പറയണേ സബ് കോൺഷ്യസ് മൈൻഡ് അത് വിശ്വസിക്കാൻ തുടങ്ങും. സോ അതുകൊണ്ട് നമ്മൾ എന്താ പറയണത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സബ് കോൺഷ്യസ് മൈൻഡിന് അറിയാത്ത ഒരു സൊല്യൂഷനും ഇന്ന് ഈ ലോകത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ തന്നെ ഈ ഓർഡർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഉറങ്ങാൻ പോകുന്ന സമയത്ത് എന്താ പറയുക, ഉറക്കത്തിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ പറയുക, എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, എനിക്ക് ഇതിനുള്ള ഉത്തരം കൊണ്ടുവരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡ് ഉറപ്പായിട്ട് അതിനുള്ള ഉത്തരം കൊണ്ടുവന്ന് തരും. കാരണം അതാണ് അതിൻ്റെ ശക്തി, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ കടമ എന്ന് അതിനറിയാം. ഓക്കെ, സോ നമ്മൾ എന്ത് ചോദിക്കുന്നു, എന്ത് ഉത്തരം ചോദിച്ചാലും നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കുന്നേക്കാൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള നമ്മുടെ ലൈഫിന് വേണ്ട മറുപടി സബ് കോൺഷ്യസ് മൈൻഡ് തന്നിരിക്കും. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഇതിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഈ ഓദറിന്റെ ഒരു സ്കിൻ ഡിസീസ് സബ് കോൺഷ്യസ് മൈൻഡിനോട് ഓട്ടോ സജഷൻ കൊടുത്തത് വഴി മാറിപ്പോയ കഥ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പണ്ടത്തെ നമ്മുടെ പുരാതന കാലത്ത് ഒരു ഡോക്ടർ അദ്ദേഹം അനസ്തേഷ്യ ഒന്നും നൽകാതെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഓട്ടോ സജഷൻ വേർഡ്സ് പറഞ്ഞുകൊണ്ട് രോഗികളെ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അനസ്തേഷ്യ കണ്ടുപിടിച്ചിട്ടില്ല. സോ ഇതൊക്കെ എന്താ പറയുക മരണനിരക്കൊക്കെ വളരെ കുറവായിരുന്നു ആ സമയത്ത് ഇങ്ങനെ ചെയ്തിട്ട്. അപ്പം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവറാണ് അവിടെ പറയുന്നത്. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഹെൽത്തിനെ പറ്റി പറയുന്നുണ്ട്, വെൽത്തിനെ പറ്റി പറയുന്നുണ്ട്, റിലേഷൻഷിപ്പിനെ പറ്റി പറയുന്നുണ്ട്. വെൽത്ത് സക്സസ് നമ്മൾ ഉരുവിട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് പതിയും. നമുക്ക് വെൽത്ത് കിട്ടാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയുന്നു. അതുപോലെ റിലേഷൻഷിപ്പിൽ നമുക്ക് വേണ്ട ആൾക്കാരെ എങ്ങനെയാണോ വേണ്ടത്, എന്തൊക്കെ ക്വാളിറ്റീസ് വേണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. നമ്മുടെ സബ് കോൺഷ്യസിനോട് പറയുക ഇതാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സബ് കോൺഷ്യസ് മൈൻഡ് കൊണ്ടുതരും. അങ്ങനെ ഈ ലോകത്തുള്ള എന്താ പറയുക ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരവും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുണ്ട്. സോ ആ ഒരു ബുക്ക് അത്രയും സ്പെഷ്യൽ ആവണതിൻ്റെ കാരണവും അത് തന്നെയാണ്. ഇതിനെപ്പറ്റി അധികം പേര് നമ്മളൊന്നും അറിയാൻ ശ്രമിച്ചിട്ടില്ല, നമ്മുടെ മൈൻഡിന് ഇത്ര ശക്തി ഉണ്ട് എന്നുള്ളത്. അപ്പം ഞാനിത് അറിഞ്ഞ നിമിഷമാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നത്. ഞാൻ വളരെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഒരു സമയത്ത് പോലും ഈ ബുക്കിൻ്റെ പ്രസൻസ് കൊണ്ട് എനിക്ക് എന്താ പറയുക എൻ്റെ ഒരു ജീവിതം തിരിച്ചു പിടിച്ചു എന്ന് തന്നെ പറയാം. സോ അത്രയും പവർഫുൾ, സിമ്പിൾ ആൻഡ് പവർഫുൾ ആണ് ഈ ബുക്ക്. ആരെങ്കിലും ഇത് വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വാങ്ങിച്ചൊന്ന് വായിക്കുക. മലയാളം ലാംഗ്വേജിലൊക്കെ ഇത് അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബുക്ക് ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. വായിക്കാത്ത ബുക്കാണെങ്കിൽ എനിക്കത് വാങ്ങിച്ച് വായിക്കാമല്ലോ. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബുക്ക് ഏതാണെന്നൊന്ന് കമൻറ്റിൽ പറയുക. എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്നും കൂടെ ഒന്ന് കമൻറ്റിൽ ഒന്ന് പറയുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ തരാം. ദിസ് ഇസ് ജോഷി മേനോൻ സൈനിങ് ഓഫ്.